സ്നേഹമുള്ളവരെ, നിങ്ങൾക്കറിയാം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ആഴ്ചയിലും കഴിഞ്ഞ 35 വർഷത്തിലധികമായി വർഷത്തിൻ്റെ 52 ആഴ്ചകളും ധ്യാനം ആരംഭിച്ചിട്ട് ഇതുവരെ മുടക്കം കൂടാതെ, ആകെ കോവിഡിൻ്റെ നാളുകൾ നടത്താൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ആഴ്ചകളിൽ മാറ്റിവെച്ചതല്ലാതെ ഈ ധ്യാനമന്ദിരത്തിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 35 വർഷത്തിലധികമായിട്ട് വർഷത്തിൻ്റെ 52 ആഴ്ചകളിലും മുഴുവൻ ആഴ്ചകളിലും മുടക്കം കൂടാതെ 7 ഭാഷകളിൽ ധ്യാനം നടക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പേരാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ധ്യാന കേന്ദ്രത്തിലിരുന്ന് നീ ആദ്യമായിട്ടാണ് ധ്യാനം കൂടുന്നതെങ്കിൽ നിനക്ക് അഭിമാനിക്കാം. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരാഴ്ച എൻ്റെ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവിൻ്റെ വചനം കേട്ട് ആ വചനത്താൽ ഇന്നലകളിലെ കുറവുകളും പോരായ്മകളും മുറിവുകളെല്ലാം കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് ഇതാ എന്നെ കർത്താവ് ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു, എൻ്റെ കുടുംബത്തെ ഒരു പുതിയ കുടുംബമാക്കി മാറ്റുന്നു. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അച്ഛനാകട്ടെ, കന്യാസ്ത്രീ ആകട്ടെ, ഡോക്ടർ, ഏത് തലത്തിലുള്ള വ്യക്തികളാണെങ്കിലും നമ്മളെല്ലാവരും ജനിച്ചത് ഒരു കുടുംബത്തിലാണ്, വളർന്നത് ഒരു കുടുംബത്തിലാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിലും മനസ്സിലും ജീവിതത്തിലും എല്ലാം ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം, ഒരു കുടുംബത്തിൻ്റെ ചൈതന്യം, ഒരു കുടുംബത്തിൻ്റെ മനോഭാവം, ഒരു കുടുംബത്തിലെ കൂട്ടായ്മയുടെ നിറവ് നമ്മുടെയൊക്കെ മനസ്സിലും സ്വഭാവത്തിലും ജീവിതത്തിലുമുണ്ട്. ഒരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ആഴ്ചയിലും ധ്യാനം കഴിഞ്ഞതിന് ശേഷം ആ ധ്യാനത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ കുറച്ച് പേര് ഇവിടെയുള്ള അച്ഛന്മാരെ കാണാനും പ്രാർത്ഥിക്കാനും ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഉപദേശം ചോദിക്കാനും ഒക്കെ വരാറുണ്ട്. അങ്ങനെ ഒരാഴ്ച ധ്യാനം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണാനായിട്ട് നിന്ന ആൾക്കാരിൽ ജോസ് എന്ന പേരായ സഹോദരൻ, അവൻ ആദ്യം വന്നതാണ്. എന്നാൽ അതിനുശേഷം വന്ന ഓരോ വ്യക്തികളെയും മുമ്പോട്ട് കടത്തി വിട്ടിട്ട് എല്ലാ ആൾക്കാരെയും കാണാനായിട്ട് അവൻ അവസരം കൊടുത്തിട്ട് അവൻ എൻ്റെ മുറിയിലേക്ക് കയറി വന്നത് ഏറ്റവും അവസാനം. അങ്ങനെ ഏറ്റവും അവസാനം കയറി വന്ന അവൻ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആ ജോസ് എൻ്റെ മുറിയിലേക്ക് കയറി വന്നിട്ട് ഞാൻ കസേരയിരിക്കുമ്പോൾ ആ കസേരയുടെ ചുവട്ടിൽ എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് ജോസ് ഇങ്ങനെ പറയാ, അച്ഛാ തെറ്റിപ്പോയച്ചാ, അച്ഛാ തെറ്റിപ്പോയച്ചാ. അടുത്ത അവൻ്റെ വാക്കിങ്ങനാണ്, എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഞാനാച്ചാ, തെറ്റിപ്പോയച്ചാ, എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഞാനാച്ചാ എന്ന് ഇവനിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ കാലുകളിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. സ്നേഹമുള്ളവരെ, അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ പാദത്തിൽ നനവനുഭവപ്പെട്ടു. എന്താണെന്നറിയോ? അവൻ കാലിൽ കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കി കരയുക. ഇപ്പം ഞാൻ അവൻ ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അനങ്ങാതിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ കാൽച്ചുവട്ടിൽ കാലിൽ കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കി കരയുന്ന ആ ജോസിൻ്റെ 2 കൈയിലും പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് അവൻ്റെ കണ്ണുകളിൽ നിന്നും മുഖത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണീര് എൻ്റെ കൈ കൊണ്ട് ഞാൻ തുടച്ച് അവനെ ഞാൻ ആശ്വസിപ്പിച്ചിട്ട് എൻ്റെ മുറിയിലെ കസേരയിൽ ഞാൻ അവനെ ഇരുത്തി. എന്നിട്ട് ഞാൻ ജോസിനോട് ചോദിച്ചു, എന്താ ജോസെ കാര്യം? അപ്പം ജോസ് പറയാ, അച്ഛാ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ അകന്നു കഴിയുകയാണ്. അച്ഛാ ഞാനാച്ചാ തെറ്റുകാരൻ, എൻ്റെ ഭാഗത്ത് അച്ഛാ തെറ്റിപ്പോയച്ചാ. വീണ്ടും ഇത് തന്നെ ആവർത്തിച്ച് പറയാ. എന്നിട്ട് പറയാണ്, എനിക്ക് എൻ്റെ ഭാര്യയുടെ അടുക്കൽ പോയി അവിടെ കാലിൽ പിടിച്ച് അവളോട് മാപ്പ് ചോദിക്കണം. ഞാൻ പറഞ്ഞു, ജോസേ ധ്യാനം കഴിഞ്ഞല്ലോ, ഇനി നിനക്ക് നേരെ നിൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോകാലോ, ഭാര്യയുടെ വീട്ടിൽ പോയി അവളുടെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കാലോ. അപ്പോൾ ഉടനെ ജോസ് എന്നോട് പറയാ, എൻ്റെ അച്ഛാ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റിയല്ല. അച്ഛാ എൻ്റെ കുഴപ്പം, ഞാൻ ഇതിനു മുമ്പ് പോയപ്പോഴെല്ലാം അവിടെ പോയി വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, പല വിധത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയല്ല. ഞാൻ ചെറുതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അയൽവക്കംകാർ കൂടും, എന്നിട്ടും നിൽക്കുന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. അതുകൊണ്ട് അച്ഛാ എനിക്ക് തെറ്റ് പറ്റിപ്പോയച്ചാ, അച്ഛാ ഈ അകന്ന് നിൽക്കുന്ന ബന്ധം ഒന്ന് ശരിയാക്കണം അച്ഛാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ,
അവൻ്റെ കരച്ചിലും പറച്ചിലും എല്ലാം കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, ഈ ധ്യാനത്തിലൂടെ അവൻ നല്ലൊരു ബോധ്യം കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ഇന്നലകളെ തെറ്റുകളെയും കുറ്റങ്ങളെക്കുറിച്ച് നല്ല ഒരു അറിവ്, നല്ല ബോധ്യം അവന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശക്തമായിട്ട് പറയുക, ഈ പ്രശ്നത്തിൽ നീ ഇടപെടണം. സ്നേഹമുള്ളവരെ, അവരുടെ പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം 3 ആൺമക്കളാണ് ഉള്ളത്. ഇളയ കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ ഇളയ കുഞ്ഞിൻ്റെ പിതൃത്വത്തെ ചൊല്ലിയാണ് 2 പേരും തമ്മിൽ വഴക്കുണ്ടായത്. അതിനേക്കാളെല്ലാം അധികമായിട്ട് ജോസ് നല്ലൊരു മദ്യപാനിയാണ്. മദ്യപിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കും. അങ്ങനെ മദ്യപാനം ഏറിയപ്പോൾ അത് സംശയമായി മാറി. അങ്ങനെ കുടുംബം തകർച്ചയിലേക്ക് പോയി. ഭാര്യ ഒരു നിവൃത്തിയില്ലാതെ 3 മക്കളെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി. എനിക്ക് മനസ്സിലായി, ഈ ജോസിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇവൻ്റെ ഇന്നലകളിലെ ജീവിതത്തിലെ ചില തിക്താനുഭവങ്ങളാണ് ഇവനുമായിട്ട് ഭാര്യ അകന്നു പോകാൻ കാരണം. കാണാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണിക്കാതെയും കയറ്റാതെ ഇരിക്കാനുള്ള കാരണം ഈ ജോസിൻ്റെ ഭാഗത്ത് വന്നു പോയിട്ടുള്ള പല വിധത്തിൽ അപാകതകളും കുറവുകളുമാണ്. ഇതെല്ലാം എനിക്ക് മനസ്സിലായെങ്കിലും ഇവിടെ ദൈവത്തിന് ശക്തമായൊരു ബന്ധം, ഇടപെടൽ ഈ അകന്നിൽക്കുന്ന ബന്ധത്തിലുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഒരാഴ്ച കർത്താവിൻ്റെ തിരുമുമ്പിൽ നിന്ന് അവൻ വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇവൻ്റെ പ്രാർത്ഥനയിലൂടെ, അനുതാപത്തിലൂടെ, കണ്ണീരിലൂടെ അകന്നിൽക്കുന്ന ഭാര്യയുടെ മനസ്സിൻ്റെ മുറിവുകളെയും നൊമ്പരങ്ങളെയും എല്ലാം കർത്താവ് ഏറ്റെടുത്തിട്ട് ഈ അകന്നു നിൽക്കുന്ന ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ജോസിനോട് പറഞ്ഞു, സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 7 ഭാഷകളിലുള്ള ധ്യാനം മുടക്കം കൂടാതെ എല്ലാ ആഴ്ചയിലും ഒപ്പം ഈ ധ്യാനത്തിൻ്റെ വിജയത്തിനും ഇവിടുത്തെ ശുശ്രൂഷകളെല്ലാം വിജയത്തിനും വേണ്ടിയിട്ട് നിരന്തരം 24 മണിക്കൂറും ദൈവസന്നിധിയിൽ, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസം കൂടാതെ 24 മണിക്കൂറും ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, ഗസ്സമൻ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഈ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ ദൈവം നൽകുന്ന ശക്തിയാണ്, ദൈവത്തിൻ്റെ ഇടപെടലാണ് നമ്മുടെ ഈ ധ്യാന മന്ദിരത്തിൻ്റെ എല്ലാ വചന ശുശ്രൂഷകളും, എല്ലാ മറ്റ് പരസ്നേഹ ശുശ്രൂഷകളും എല്ലാം ഓരോ ദിവസവും കർത്താവ് കുറവ് കൂടാതെ, പോരായ്മ കൂടാതെ കൈപിടിച്ച് നടത്താനായിട്ടുള്ള കാരണം. ഇപ്പം ഞാൻ ജോസിനോട് അവൻ്റെ ഭാര്യയുടെ വീട്ടിലെ ഫോൺ നമ്പർ വാങ്ങിച്ചു. മൊബൈൽ ഫോൺ അന്ന് ഒട്ടും തന്നെ കോമൺ അല്ല. അപ്പം ഞാൻ ഭാര്യയുടെ വീട്ടിലെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ ജോസിനോട് പറഞ്ഞു, മോനെ ജോസെ, നീ ഗസ്സമൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പോയിരുന്ന് 1 മണിക്കൂർ പ്രാർത്ഥിക്കുക. 1 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം നീ എൻ്റെ അടുക്കൽ വരിക. അപ്പം നീ തന്ന നമ്പറിൽ നിൻ്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കാം. ഞാൻ അവൻ്റെ ഭാര്യയുടെ ഫോൺ നമ്പർ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ജോസിനെ ഗസ്സമൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാനായിട്ട് വിട്ടു. സ്നേഹമുള്ളവർ, ആ ഫോണിൽ ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ജോസിൻ്റെ ഭാര്യയുടെ അമ്മയാണ് എടുത്തത്. ഭാര്യയുടെ പേര് മോളിന്ന, അവളുടെ അമ്മയാണ് ഫോൺ എടുത്തത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അച്ഛനാണ് വിളിക്കുന്നത്. ആ അമ്മച്ചി നല്ല സ്നേഹത്തോട് താല്പര്യത്തോട് കേട്ടു. പക്ഷേ അടുത്തത് ജോസ് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ധ്യാനിക്കാനായിട്ടുണ്ടായിരുന്നു. അവൻ്റെ ധ്യാനത്തിൽ കൂടി ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ജോസിൻ്റെ പേര് പറഞ്ഞപ്പോൾ അതുവരെ സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന അമ്മയുടെ സ്വരം മാറി. അമ്മ ഈ മകളുടെ ഭർത്താവിനെ കുറിച്ച് ഉണ്ടായതായ തിക്താനുഭവങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകളെല്ലാം നിർത്താതെ പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, അവൻ്റെ കാര്യത്തിൽ ഇടപെടലച്ചാ, അവൻ ശരിയായി അല്ലച്ചാ, ഞങ്ങൾ ഡൈവേഴ്സിന് വേണ്ടി ശ്രമിക്കാച്ചാ എന്നെല്ലാം പറഞ്ഞു. എനിക്ക് മനസ്സിലായി ഈ അമ്മ പറഞ്ഞതിനകത്തൊക്കെ കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ മുഴുവൻ കേട്ടിരുന്നിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു, ഫോണൊന്ന് മകളുടെ കയ്യിലേക്ക് കൊടുക്കാവോ? മകളുടെ പേര് മോളി. ഏതായാലും അമ്മ മകളുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. ഞാനിങ്ങനെ സംസാരിച്ചു. ജോസ് കഴിഞ്ഞ ആഴ്ചയിലെ ഡിവൈനിൽ ധ്യാനിക്കാനുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ പേര് കേട്ടപ്പോൾ, ഭർത്താവിൻ്റെ കാര്യം കേട്ടപ്പോൾ അതുവരെ സ്നേഹത്തോട് സംസാരിച്ച ഭാര്യയുടെ മനോഭാവം മാറി, സംസാരം മാറി. അച്ഛാ, നിർബന്ധിക്കരുത് അച്ഛാ, ഞാൻ ജോസുമായിട്ടുള്ള ബന്ധം വേർപെടുത്താനായിട്ട് ഡൈവേഴ്സിനുള്ള പേപ്പറുകളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക അച്ഛാ. ഡൈവേഴ്സിനുള്ള പേപ്പറൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛാ എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ
ആ കേട്ട കാര്യത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പം അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ ഭർത്താവുമായുള്ള ബന്ധം വേർപെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഡൈവേഴ്സിൻ്റെ പേപ്പർ എത്രയും പെട്ടെന്ന് ശരിയാണെങ്കിൽ അതിനകത്ത് കർത്താവും കൂടെ ഒന്ന് ഇടപെടണം. ഞാൻ നിന്നോട് പറയുന്നത് എന്താണെന്നറിയാമോ? ആ പേപ്പർ ഏറ്റവും എളുപ്പത്തിൽ ശരിയാകുന്നതിന് വേണ്ടിയിട്ട് നീ ഒരാഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടണം. അങ്ങനെ നീ ധ്യാനം കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഏതായാലും പള്ളിയിൽ വെച്ച് വിവാഹമെന്ന കുദാശയിലൂടെയല്ലേ കർത്താവ് കൂട്ടിയോജിപ്പിച്ചത്. അപ്പോൾ ഇടപെട്ടത് കർത്താവാണല്ലോ. ആ ഇടപെട്ട കർത്താവ്, ആ കർത്താവ് വിചാരിച്ചാൽ ഇത് ഏറ്റവും എളുപ്പത്തിൽ മാറ്റിത്തരാനും അകറ്റാനും സാധിക്കും. അതുകൊണ്ട് മോളെ, ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ച ധ്യാനത്തിനായിട്ട് വാ. അങ്ങനെ ധ്യാനത്തിനായിട്ട് വന്നിട്ട് നിൻ്റെ ഇപ്പോഴുള്ള ആഗ്രഹവും ആ പ്രാർത്ഥനയൊക്കെ പെട്ടെന്ന് നടത്തി കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നീ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ഡൈവേഴ്സ് ഏറ്റവും എളുപ്പത്തിൽ കർത്താവ് നടത്തിത്തരും. അടുത്തത് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന ഈ ഭാര്യ ഭർത്തൃ ബന്ധം കൂട്ടിയോജിപ്പിച്ചവൻ വീണ്ടും കൂട്ടിയോജിപ്പിച്ച് ശക്തിപ്പെടുത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആഗ്രഹിക്കുന്ന കർത്താവിന് അതും സാധിക്കും. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നീ ഈ ആഴ്ചയിൽ ഡിവൈൻ ധ്യാന കേന്ദ്ര ധ്യാനത്തിൽ വരണം. ജോസ് ഒരാഴ്ച ധ്യാനത്തിൽ കൂട്ടിയിട്ട് ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. അടുത്ത ആഴ്ച 2 പേരും കൂടെ ധ്യാനത്തിൽ കൂടുന്നു. എന്നിട്ട് അകറ്റാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഏറ്റവും എളുപ്പത്തിൽ നടത്തി തരുന്നു. ഇനി അതല്ല, അകന്നതിനെ വീണ്ടും കൂട്ടിയോജിപ്പിച്ച് ശക്തിപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതും കർത്താവ് നടത്തിത്തരും. ഞാൻ നിന്നോട് പറയുന്നത്, എങ്ങനെയായിട്ട് നീ വന്ന് വചനം കേട്ട് ഈശോയോട് പ്രാർത്ഥിക്കണമെന്നാണ്. ഇത്ര ഞാൻ പറഞ്ഞപ്പം മോളിക്ക് ഏതാണ്ട് ഒരു 90% സമ്മതമായി. എന്നിട്ട് അവൾ പറഞ്ഞു, അച്ഛാ ഞാൻ ധ്യാനിക്കാൻ വരും, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എൻ്റെ ഇളയ കൊച്ച് ജന്മന തളർന്ന് കിടക്കുക. അവനെയും കൊണ്ട് ധ്യാനിക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ധ്യാനിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അച്ഛൻ ഒരു കാര്യം ചെയ്യണം, എൻ്റെ അമ്മയോട് കൊച്ചിനെ നോക്കാനായിട്ട് പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ച് ഞാൻ വരാം. അപ്പം എൻ്റെ മനസ്സിൽ വീണ്ടും ഒരു അസ്വസ്ഥതയായി. കാരണം വളരെ ബുദ്ധിമുട്ടിയാണ് ആദ്യം ആ അമ്മയിൽ നിന്ന് ഫോണൊന്ന് മകളിൽ കൊടുത്തത്. ഇനിയും ആ അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ട്. എന്നാലും ഞാൻ പറഞ്ഞു, കൊടുക്കാൻ പറഞ്ഞു. എനിക്കറിയാവുന്ന എല്ലാ ആത്മീയ നിറവും എളിമയോടുകൂടി ഞാൻ അമ്മച്ചിയോട് ഇങ്ങനെ സംസാരിച്ചു, അമ്മച്ചി ഒരു ചെറിയ ഉപകാരം ചെയ്തു തരാമോ? അതായത് മകള് മോളി ധ്യാനിക്കാൻ വരാൻ സമ്മതിച്ചിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് ആ മോളുടെ തളർന്ന് കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് അമ്മച്ചിക്ക് നോക്കാമോ? ഏതായാലും ഇത്രേ എളിമയോട് സ്നേഹത്തോടു കൂടി ഒരു അച്ഛൻ പറയുന്നതല്ലേ എന്ന് കരുതി ഏതായാലും അമ്മ ഒരാഴ്ചത്തേക്ക് കൊച്ചിനെ നോക്കാൻ തയ്യാറായി. അങ്ങനെ മോളി ഇവിടെ ധ്യാനത്തിൽ വന്നു. മോളിയും ജോസിൻ്റെ 2ാമത്തെ ആഴ്ച മോളി ആദ്യമായിട്ട് ധ്യാനിക്കാൻ വരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് വചനം കേൾക്കുക. അന്ന് വരെ എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഈ ജോസാണ്. എൻ്റെ കുടുംബ ബന്ധം തകരാൻ, എൻ്റെ മക്കൾക്ക് ഇപ്പോൾ അപ്പനില്ലാത്തൊരവസ്ഥയിലേക്കാണെല്ലാം കാരണക്കാരൻ ഈ ജോസാണ് എന്ന് ചിന്തിച്ചിരുന്ന മോളിയുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അവൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അന്ന് ജോസ് എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ, അങ്ങനെ ചെയ്തപ്പോൾ ഞാനൊന്ന് പ്രതികരിക്കാതിരുന്നുവെങ്കിൽ, ഞാൻ അവിടെ ഒന്ന് ശാന്തമായിരുന്നെങ്കിൽ, ഞാൻ അപ്പോൾ ആ സമയത്തൊന്നൊന്ന് മാറിപ്പോയിരുന്നുവെങ്കിൽ അന്ന് ആ വഴക്കുണ്ടായാലായിരുന്നു, അന്ന് ആ പ്രശ്നം ഉണ്ടായാലായിരുന്നു. അപ്പോൾ ഒരു വിധത്തിൽ അന്ന് ആ പ്രശ്നമുണ്ടാകാൻ ഞാനാണല്ലോ കാരണക്കാരി. എൻ്റെ പ്രത്യേകമായിട്ടുള്ള ചില ഇടപെടലാണല്ലോ, പ്രതികരണമാണല്ലോ അന്ന് ആ പ്രശ്നമുണ്ടായത്. ഇതാ ഇന്നലകളെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ജോസാണെന്ന് ചിന്തിച്ച മോളിയുടെ മനോഭാവം മാറി, മോളിയുടെ കാഴ്ചപ്പാട് മാറി. മോളെ ഒന്നിൽ ചിന്തിക്കാൻ തുടങ്ങി, ജോസല്ല, ഞാനാണ് തെറ്റുകാരി, എൻ്റെ ഭാഗത്തു നിന്നാണ് കുറ്റം കുറവ് വന്നത്. ഇങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ചൊവ്വാഴ്ച ദിവസം കുമ്പസാരിക്കാൻ പോകണം. കേട്ടു ഇവിടെ, നീ നിന്നെ വേദനിപ്പിച്ച, നിന്നെ കുറ്റപ്പെടുത്ത, നിന്നെ കളിയാക്കിയ, നിന്നെ ദ്രോഹിച്ച സകല വ്യക്തികളോടും യേശുവിൻ്റെ സ്നേഹത്തിലും നാമത്തിലും യേശു പറയുന്നതായ ക്ഷമിച്ച് സമചോദിച്ച് രമ്യപ്പെടാതെ നീ കുമ്പസാരക്കൂട്ടിൽ അണഞ്ഞാൽ, നീ എത്ര പാപമേറ്റു പറഞ്ഞാലും നിന്റെ പാപം ക്ഷമിക്കുകയില്ല. നിന്റെ പാപം ക്ഷമിക്കണമെങ്കിൽ നിന്നെ വേദനിപ്പിച്ച, നിന്നെ കുറ്റപ്പെടുത്ത, നിന്നെ കളിയാക്കുക, നിന്നെ താഴ്ത്തിക്കെട്ടിയ വ്യക്തിയോട് നീ പൂർണ്ണമായിട്ടും നേരുപാധികം ക്ഷമ ചോദിച്ച് രമ്യപ്പെട്ടാലേ, അങ്ങനെ മനുഷ്യ വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലെ അകർച്ച ശരിയാക്കിയിട്ട് നീ കുമ്പസാരക്കൂട്ടിൽ നിന്റെ പാപത്തെ മുഴുവൻ ഏറ്റുപറഞ്ഞാലേ നിന്റെ പാപം ക്ഷമിച്ചു കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നിന്റെ പാപം ക്ഷമിക്കുകയില്ല.
മോളിക്ക് മനസ്സിലായി, ഭർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാനും ഇന്ന് ഈ ലോകത്തിലെ മറ്റേത് മനുഷ്യ വ്യക്തിയേക്കാൾ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് എൻ്റെ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും ദേഷ്യമുള്ളത് ജോസിനോടാ, ഭർത്താവിനോടാ. അവൾ ഉള്ളിൽ തീരുമാനമെടുത്തു. ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോയി ഭർത്താവിനോട് കയ്യിൽ പിടിച്ച് അവൾ മാപ്പ് ചോദിച്ചു. അങ്ങനെ ഭർത്താവുമായിട്ട് രമ്യപ്പെട്ടു. ആ രമ്യതയുടെ നിറവിൽ അവൾ പോയി നല്ലൊരു കുമ്പസാരം നടത്തി. സ്നേഹമുള്ളവരെ, അങ്ങനെ കുമ്പസാരം കഴിഞ്ഞു. വചനത്തിൻ്റെ ശക്തി, ദൈവിക ഇടപെടൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാകാൻ തുടങ്ങി. ഇതുപോലെ വ്യാഴാഴ്ച രാവിലെ ജോസും മോളിയും ഭാര്യാഭർത്താക്കന്മാർ അടുത്തടുത്തിരിക്കുക. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള വചന ശുശ്രൂഷ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷയുടെ അവസാനം ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം മുട്ടുകുത്തി കാലിൽ പിടിച്ച് കണ്ണീരൊഴുക്കി മാപ്പ് ചോദിക്കുന്ന ശുശ്രൂഷയുണ്ട്. ഈ ശുശ്രൂഷയ്ക്കായി ആദ്യം ഭാര്യമാർ ഭർത്താക്കന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തും. മോളി ജോസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ജോസിൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അവള് ജോസിൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീര് ജോസിൻ്റെ കാൽപാദത്തിങ്കിൽ ഇറ്റിറ്റ് വീണു. മോളിയുടെ കണ്ണീര് കൊണ്ട്, അനുതാപത്തിൻ്റെയും ആത്മാർത്ഥതയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും കണ്ണീര് കൊണ്ട് ജോസിൻ്റെ പാദങ്ങൾ നനയുമ്പോൾ ഈശോ ചെയ്തത്, ഈ ജോസ് മൂലം ഈ മോളിയുടെ മനസ്സിൽ ഇന്നലകളിൽ മുറിപ്പെടുത്തിയ മുറിവേറ്റ ഓർമ്മകൾ, സംഭവങ്ങൾ, വാക്കുകൾ, അത് മുഴുവൻ അവിടെ ഉള്ളിൽ നിന്ന് കർത്താവ് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, ആ ഭാര്യ മോളി ഭർത്താവിൻ്റെ പാദങ്ങൾ പിടിച്ച് കണ്ണീരൊഴുക്കി മാപ്പ് ചോദിച്ചപ്പോൾ അവരുടെ മനസ്സിൽ ഇന്നലകളിൽ ഈ ജോസിലൂടെ സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ ഓർമ്മയിലില്ല. മനസ്സിൻ്റെ മുറിവുകളെ കർത്താവ് ഏറ്റെടുത്ത് സൗഖ്യം നൽകിയപ്പോൾ ഓർമ്മയുടെ തലങ്ങളിൽ നിന്നും അവ മുഴുവൻ കർത്താവ് മാറ്റി. ഇതാ അടുത്ത നിമിഷത്തിൽ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ മുമ്പിൽ മുട്ടുകുത്തി ഭാര്യയുടെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കുന്നു. ജോസ് മോളിയുടെ മുമ്പിൽ മുട്ടുകുത്തി മോളിയുടെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കുന്ന നിമിഷത്തിൽ എന്തെന്നില്ലാത്ത അനുതാപത്തിൻ്റെ കണ്ണീര് കൊണ്ട്, സ്നേഹത്തിൻ്റെ കണ്ണീര് കൊണ്ട്, ക്ഷമയുടെ കണ്ണീര് കൊണ്ട് മോളിയുടെ പാദങ്ങളിൽ നിന്ന് ജോസിൻ്റെ കണ്ണിലെ അനുതാപത്തിൻ്റെ കണ്ണീരിങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ ആ കണ്ണീര് പാദങ്ങളിൽ ഒഴുകിയപ്പോൾ മോളിയുടെ ഉള്ളിൽ ഒരു വലിയ ബോധ്യം, ഈ ബന്ധം കർത്താവ് കൂട്ടിയോജിപ്പിച്ചത് അകറ്റാനല്ല, മരണം വരെ ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ നൊമ്പരമുണ്ടോ സന്തോഷത്തോടെ സ്വീകരിച്ച് ചേർന്ന് നിന്ന് വിജയപ്രദമാക്കി അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും ഉള്ളിൽ വലിയ ആനന്ദം, വലിയ സന്തോഷം. ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടെ എൻ്റെ അടുക്കൽ വന്നു. സന്തോഷത്തിൻ്റെ മുഖമായിട്ട് മോളി പറയാ, അച്ഛാ, ഞങ്ങൾ ബന്ധം അകറ്റാനല്ല, മരണം വരെ ഞാൻ എൻ്റെ ജോസിൻ്റെ കൂടെ കുട്ടികളെയും കൊണ്ട് താമസിക്കാനായിട്ട് തീരുമാനമെടുത്തു. അച്ഛൻ അനുഗ്രഹിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്.